പോസ്റ്റർ 3.1 വേർഷനിൽ പുതുതായി വന്നിട്ടുള്ളൊരു ടൂളാണ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് എൻട്രി. അപ്പോൾ നമ്മൾ പുതിയൊരു ലെയർ ആഡ് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ലെയറിന് തൊട്ടടുത്തായിട്ട് മൾട്ടി ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പോസ്റ്ററിൽ ഒരുപാട് ടെക്സ്റ്റ് കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില കണ്ടൻറ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഒരു വർക്ക് ഫ്ലോയിൽ നമുക്ക് ആദ്യം ടെക്സ്റ്റ് ആഡ് ചെയ്യണം, പിന്നെ അതിൽ നമ്മുടെ ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് നമ്മൾ പേസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ അടുത്ത ലെയർ ആഡ് ചെയ്യാൻ നമ്മൾ വീണ്ടും അടുത്ത ടെക്സ്റ്റ് ലെയർ എടുക്കണം, ഇതിലടുത്ത് ടൈപ്പ് ചെയ്യണം, ആഡ് ചെയ്യണം, പിന്നെ അടുത്തത് ആഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് ഒരു 10 ലെയർ ഉണ്ടെങ്കിൽ 10 തവണ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ തവണയും ടെക്സ്റ്റ് ലെയർ ഉപയോഗപ്പെടുത്തണം. പുതിയ വേർഷനിൽ നിങ്ങൾക്ക് മുഴുവൻ പോസ്റ്ററിൻ്റെ കണ്ടൻറ്റും നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം മൾട്ടി ലൈനിൽ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്യാൻവാസിലേക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്ററിൻ്റെ കണ്ടൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ടെക്സ്റ്റുകളും നമ്മൾ ഇതിലാണ് ആഡ് ചെയ്തത്. നമ്മൾ താഴെയുള്ള സ്റ്റാക്കെന്നോ സ്മാർട്ടെന്നോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ആഡ് ലെയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ടെക്സ്റ്റും ഓരോ ലെയറായിട്ട് വേറെ വേറെ തന്നെ നമ്മുടെ ക്യാൻവാസിൽ അറേഞ്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ലെയേഴ്സ് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇപ്രാവശ്യം നമുക്ക് സ്റ്റാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി നോക്കാം. ആഡ് ലെയേഴ്സിൽ ജസ്റ്റ് അതിന് ഫോർമാറ്റിംഗ് ഒന്നുമില്ലാതെ അത് ബൈ ഡീഫോൾട്ട് സ്റ്റൈലിൽ എല്ലാ ലെയേഴ്സും വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതാണ് മൾട്ടി ലൈൻ ടെക്സ്റ്റ് എൻട്രി.